ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള രേഖ ശർമ്മ അവർ BJPക്ക് വേണ്ടിയും RSSന് വേണ്ടിയുമാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് ഈ രാജ്യത്തെ വനിതകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയോ അവരുടെ ഉന്നതിക്ക് വേണ്ടിയോ യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല എന്ന മട്ടിൽ കൃഷ്ണനഗറിൽ നിന്നുള്ള MP ആയിട്ടുള്ള, അതായത് ബംഗാളിലെ MP ആയിട്ടുള്ള മഹുവ മൊയ്ത്ര സംസാരിച്ചത് അപകീർത്തിപരമാണ് എന്ന രീതിയിൽ വ്യക്തമാക്കുന്ന ഒരു നടപടിയുമായി ഡൽഹി പോലീസ് FIR ചുമത്തി കേസെടുത്തിരിക്കുന്നു. മഹുവ മൊയ്ത്രയെ അറസ്റ്റ് ചെയ്യണം എന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. സ്വാഭാവികമാണ്, BJPയുടെ കണ്ണിലെ കരടായി മഹുവ മൊയ്ത്ര മാറിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല. കഴിഞ്ഞ ലോക്സഭാ കാലാവധിയിൽ, അതായത് 17ാം ലോക്സഭാ കാലാവധിയിൽ അവരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുക വരെ ചെയ്തു. അതിനകത്ത് പ്രധാനമായും പിന്നിൽ നിന്ന് കളി കളിച്ചവരാരൊക്കെയെന്ന് കൃത്യമായി തനിക്കറിയാമെന്ന് മഹുവ മൊയ്ത്ര പറഞ്ഞു. BJP നേതൃത്വം അതിശക്തമായി തന്നെ തോൽപ്പിക്കാൻ കൃഷ്ണനഗറിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തമ്പടിച്ചു. നരേന്ദ്രമോദി നിരവധി തവണ കൃഷ്ണനഗർ അവിടെ സന്ദർശിച്ചുകൊണ്ട് പരാജയപ്പെടുത്താനുള്ള ശ്രമം നടത്തി. എന്നിട്ടും ജനങ്ങൾ 50,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിട്ടു. സ്വാഭാവികമായും കല്ലുകടി ഉണ്ടാകും. കാരണം മഹുവ മൊയ്ത്ര ഒരു ഭയവും കൂടാതെ BJPയുടെ നെറികെട്ട രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്ന നേതാവാണ്. ഹത്രാസിൽ ഈ അടുത്ത് നടന്ന തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ മരണം, അതിൽ എത്ര സ്ത്രീകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്? എത്ര സ്ത്രീകൾക്കാണ് അവിടെ പരിക്കേറ്റത്? ഗുരുതരമായ പരിക്കേറ്റത്. ഇതിനെക്കുറിച്ചൊന്നും വനിതാ കമ്മീഷന് പറയാൻ ഒരു രീതിയിലും സമയമില്ല. നേരത്തെ ബ്രിജ്ഭൂഷൺ എന്ന BJP MP വനിതാ ഗുസ്തി താരങ്ങളോട് കാണിച്ച അപമര്യാദയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശക്തമായി അവരുടെ ആരോപണങ്ങളാണ്. അങ്ങനെ പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന BJP MPമാർ അതിനെ തടുക്കാൻ വനിതാ കമ്മീഷൻ ഇവിടെ ശ്രമിച്ചില്ല. മണിപ്പൂരിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനെ കുറിച്ച് വനിതാ കമ്മീഷന് പറയാൻ ഒരു രീതിയിലുമില്ല. ഈ രാജ്യത്തുള്ള കോടിക്കണക്കിനായ നിർധനരായ സ്ത്രീകളെക്കുറിച്ച്, അവരുടെ പുരോഗതിയെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച്, അവരുടെ ശാക്തീകരണത്തെക്കുറിച്ചൊന്നും പറയാൻ നേരമില്ല. അവിടെ രാഷ്ട്രീയം കലർത്തി സമയം മുഴുവൻ അടിച്ചു കളയുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ് എന്ന് ചോദിക്കുന്ന ഒരു ശക്തയായ വനിത. അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും കല്ലുകടി ഉണ്ടാവും. ഇപ്പോൾ മഹുവ മൊയ്ത്രയ്ക്കെതിരെ BJP നേതൃത്വം വീണ്ടും അവരെ അയോഗ്യയാക്കി കളയാൻ വേണ്ടി എന്തെല്ലാം കളികൾ കളിക്കാമോ അതെല്ലാം നാണം കെട്ട രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൽ വ്യക്തത വന്നിരിക്കുകയാണ്. ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്തതുകൊണ്ടോ അവരെ നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞുകൊണ്ട് അവരെ മോശമാക്കാൻ ശ്രമിച്ചത് കൊണ്ടോ ഒന്നും ഒരു രീതിയിലും പ്രവർത്തനങ്ങൾ നിർത്തിവെക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി ശക്തമായി പറയുന്നത്. ഇന്ത്യ മുന്നണിയാണ് പ്രതിപക്ഷത്ത്, കോൺഗ്രസ് മാത്രമല്ല. കോൺഗ്രസ് അത് കൃത്യമായി പറയുന്നുണ്ട്. മഹുവ മൊയ്ത്ര എന്ന പാർലമെന്റ് അംഗത്തിനെതിരെ ഇനിയൊരു ചെറുവിരൽ പോലും അനക്കി എന്നറിഞ്ഞാൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്.